Hi all, good evening. Welcome to PsychoStar. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ഒരു ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് എന്നൊക്കെ പറയാം. കാരണം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിന്റെ ഒരു സബ്ജക്റ്റ് ആണ്. അതായത് BA ഫസ്റ്റ് ഇയറിന്റെ ഒരു സബ്ജക്റ്റ് ആണ്. എപ്പോഴും അത് നമ്മളിങ്ങനെ എടുത്തു പോകും. പക്ഷേ ഇന്ന് ഞാനൊരു ഡിസ്കഷൻ ലെവലിലോട്ട് ആ ഒരു സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ക്ലാസ് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം പലരും സൈക്കോളജി എന്നിപ്പോ കേൾക്കുമ്പോഴേക്കും ഒരു ട്രെൻഡിങ് ആയിട്ടൊക്കെയാണ് ഓടി ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്നത്. പലരും ചിലപ്പം ഒരു ഡിഗ്രി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ സൈക്കോളജി മനുഷ്യ മനസ്സിന് നമുക്ക് വായിക്കാലോ പഠിക്കാലോ, അല്ലെങ്കിൽ മനസ്സ് വായിക്കാൻ പറ്റും, ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും, സൈക്കോളജി ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചോദിക്കും, നമ്മൾ മനസ്സ് വായിക്കാൻ പറ്റുമോ, ഹിപ്നോട്ടൈസ് ചെയ്യോ നിങ്ങള്? യഥാർത്ഥത്തിൽ എന്താണ് സൈക്കോളജി? നിങ്ങളെ പോലെയൊക്കെ ഈ ഒരു മിഥ്യാധാരണ കൊണ്ട് തന്നെ സൈക്കോളജിയിലേക്ക് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷെ യഥാർത്ഥ സൈക്കോളജി എന്താണെന്ന് ഓരോ സൈക്കോളജി വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു മിത്സ് ആൻഡ് ഫാക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജിയാണ്. എന്താണ് സൈക്കോളജി? അപ്പൊ സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ്, സ്റ്റഡിയുടെ മുന്നിൽ ഒരു വേർഡ് ഉണ്ട്, അത് മറന്നു പോയത്. സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ മനസ്സിനെയും അയാളുടെ ബിഹേവിയറിനെയും ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു വിഭാഗമാണ് സൈക്കോളജി. ഐ റിപ്പീറ്റ്, സൈക്കോളജി. ഈ ഒരു ഡെഫിനേഷൻ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റണം കേട്ടോ. സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. എന്തുകൊണ്ടാണ് സയന്റിഫിക് എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ കാണാറുണ്ട് മതപരമായിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും. അതൊരിക്കലും കൗൺസിലിംഗ് സൈക്കോളജിയോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സൈക്കോളജിയോ അല്ല. മതപരമായിട്ട് കൗൺസിലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മതവും സൈക്കോളജിയും കൂടെ മിക്സ് ചെയ്യാം. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സൈക്കോളജി എപ്പോഴും എങ്ങനെയാണ്? സയന്റിഫിക് ആണ്. അതിന് സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളുണ്ട്. റിസർച്ചുകളിലൂടെയും അല്ലെങ്കിൽ സ്റ്റഡീസിലൂടെയും ഒക്കെയാണ് അതിന്റെ കാര്യങ്ങള് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ചുമ്മാ പറഞ്ഞു പോകുന്നതല്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, ഒരു ക്രിമിനൽ എങ്ങനെ ജനിക്കുന്നു, ഒരാൾക്ക് എങ്ങനെ പ്രോസോഷ്യൽ ബിഹേവിയർ ഉണ്ടാവുന്നു, ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, ഒരാൾ എന്തുകൊണ്ട് ഷോർട്ട് ടെമ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെയും അയാൾ എടുക്കുന്ന ഓരോ പ്രവൃത്തിയെയും നമുക്ക് സയന്റിഫിക് ആയിട്ട് പഠിക്കാം. അപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് സൈക്കോളജി ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമാണ് സൈക്കോളജിയിൽ. ഇപ്പൊ ഇന്നും ഞാൻ ഇപ്പൊ ഈ അടുത്ത് തുടങ്ങാൻ പോകുന്ന CBTയുടെ കുട്ടികൾക്കുള്ള വർക്ക്ഷീറ്റ് ഇപ്പൊ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ കേൾക്കുന്നതിന് മുന്നേ ഇവിടെ CBT തെറാപ്പിയുടെ ക്ലാസ് ഞാൻ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഓപ്പൺ ചെയ്യപ്പെടാം. എപ്പോഴും എത്ര വളർന്നാലും, അത് PhD വരെയൊക്കെ പോയി കഴിഞ്ഞാലും ആ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ വേണം. അതന്നെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ വേണ്ടത്. ഡൗട്ട്സ് ചോദിക്കുക. കാരണം നമ്മൾ പഠിക്കുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. മനുഷ്യന്റെ മനസ്സ് കോംപ്ലക്സാ, ഇന്നും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എനിക്ക് മനസ്സ് വായിക്കാൻ അറിയാം. എനിക്ക് എന്റെ മനസ്സിന് പൂർണ്ണമായിട്ട് വായിച്ചു പഠിച്ചിട്ടില്ല, പിന്നെയാണ് അപ്പുറത്തുള്ള ആളുടെ മനസ്സ് വായിക്കാൻ. ഒരിക്കലും പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? കൗൺസിലിങ്ങില് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അയാളുടെ പ്രശ്നങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അയാൾ കാണാത്ത അയാളുടെ പ്രശ്നങ്ങൾ എനിക്ക് അയാൾക്ക് കാണിച്ചു കൊടുക്കാനും അതിലൂടെ അയാൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യാനും പറ്റും. അല്ലാണ്ട് അയാൾ ഒന്നും തുറന്നു പറയാതെ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെയാണ് സൈക്കോളജി എന്നൊരു വലിയ വേൾഡ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുന്നത്. എന്താണ് ഇത് വലിയ വേൾഡ് എന്ന് പറയാൻ കാരണം? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വിചാരം മാനസിക രോഗത്തിന് ട്രീറ്റ് ചെയ്യുന്നത് മാത്രമാണ് സൈക്കോളജി എന്നാണ്. ഒരിക്കലുമല്ല. യെസ്, അബ്നോർമൽ സൈക്കോളജിയും കൗൺസിലിംഗ് സൈക്കോളജിയും ഒക്കെ വരുന്നുണ്ടെങ്കിലും ഒരു
എന്താ പറയാ വൈൽഡ് സ്കോപ്പാണ് നമ്മുടെ സൈക്കോളജിക്ക് ഉള്ളത്. അതിൽ 1-2 വിഭാഗം മാത്രമാണ് ഈ കൗൺസിലിംഗ് സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയും അബ്നോർമൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നത്. ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ലോ ആൻഡ് ഓർഡറുമായിട്ട് വർക്ക് ചെയ്യണം, അതായത് ഒരു ക്രൈമിന് പിന്നിലുള്ള സൈക്കോളജി. എന്തുകൊണ്ട് ഒരാൾ ക്രിമിനൽ ആവുന്നു, എന്തുകൊണ്ട് ഒരാൾ ക്രിമിനൽ ബിഹേവിയർ ചെയ്യുന്നു, ഒരു സൈക്കോ എങ്ങനെ ജനിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഫോറൻസിക് സൈക്കോളജിയിലൂടെയാണ്. ഈ സ്കൂൾ സൈക്കോളജി, സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുക, ഒരു കുട്ടിയുടെ പെർഫോമൻസ് കൂട്ടാൻ നോക്കുകയാണ്. അവിടെ ഒരിക്കലും ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ പണി കുട്ടികളുടെ മാനസിക രോഗം കണ്ടെത്തലല്ല. ഒരു കുട്ടിയുടെ പഠന നിലവാരം കണ്ടെത്തി അത് ഉയർത്താൻ, ആ പഠന നിലവാരം താഴേക്ക് പോകാനുള്ള കാരണം എന്താണ്, കുട്ടി ലേണിംഗ് ഡിസേബിൾഡ് ആണോ, അല്ലെങ്കിൽ കുട്ടിക്ക് മാനസികപരമായിട്ട് ടീച്ചേഴ്സുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ആ കുട്ടീനെ അതിൽ ഹെൽപ്പ് ചെയ്ത്, ചിലപ്പോൾ പുറത്തേക്ക് റെഫർ ചെയ്ത് വിട്ടിട്ടോ അല്ലെങ്കിൽ കുട്ടിയോട് ഒന്ന് സംസാരിച്ചിട്ടോ ഹെൽപ്പ് ചെയ്ത് ആ കുട്ടിയുടെ ലെവല് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. ഇനി ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ OB സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഓർഗനൈസേഷന്റെ അവിടുത്തെ ആളുകളുടെ മാനസിക രോഗം നോക്കാനാണ്. അല്ല, OB സൈക്കോളജിസ്റ്റ് ഒരു ഓർഗനൈസേഷന് പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴാണെന്നറിയോ ഒരു OB സൈക്കോളജിസ്റ്റിനെ നിയമിക്കുക, ആ ഓർഗനൈസേഷൻ ഡള്ളായിട്ടിരിക്കുകയാണ്, അപ്പോൾ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അതാണ് ഉദ്ദേശം. എങ്ങനെയൊക്കെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അവിടുത്തെ എന്താ പറയാ ജോബ് സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ആ ഫേമിന്റെ കൾച്ചർ, ഓർഗനൈസേഷൻ കൾച്ചർ, ആ ഫേമിനെ ഉയർത്തിക്കൊണ്ടുവരാം സൈക്കോളജിക്കൽ എലിമെന്റ്സ് വെച്ചിട്ട്. ഇതാണ് ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ചെയ്യുക. ഇതുപോലെ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവിടെ സ്പോർട്സിലുള്ള ആളുകളുടെ മാനസിക രോഗം നോക്കല്ല, സ്പോർട്സിലുള്ളവരുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ സൈക്കോളജിക്കലി ഹെൽപ്പ് ചെയ്യുന്നവരാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. 2 കൂട്ടരുടെ കൂടെയാണ് അവർ വർക്ക് ചെയ്യുക. ഒന്ന് അത്ലറ്റ്സിന്റെ കൂടെ, അതായത് സ്പോർട്സ്മാന്റെ കൂടെ. രണ്ടാമത്തത് കോച്ചസ്, അതായത് ഒന്നെങ്കിൽ അത്ലറ്റ്സ് അല്ലെങ്കിൽ കോച്ചസ്. ഇവരുടെ മാനസികാരോഗ്യം നോക്കുക, ഇവരുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുക. ഇതാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ചെയ്യുക. ഇനി സൈക്കോ ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ഹെൽത്ത് സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന കേട്ടോ. ക്യാൻസർ രോഗികൾക്ക് മാത്രം കൗൺസിലിംഗ് കൊടുക്കുന്ന വിഭാഗമാണ് സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്ത സ്കോപ്പുകളും വിഭാഗങ്ങളും ചേർന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് അതിനൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കൗൺസിലിംഗ് സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയും. രണ്ടും ഡിഫറെന്റ് ഫീൽഡാണ്, ഒരിക്കലും സെയിം ഫീൽഡ് അല്ല കൗൺസിലിംഗും ക്ലിനിക്കലും എന്ന് പറയുന്നത്. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു ഇൻസൈറ്റ് ഉള്ള പേഷ്യന്റിന് തെറാപ്പി കൊടുക്കുന്ന ആളാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം, ഞാൻ പോയി കംപ്ലീറ്റ്ലി ഒരു സൈക്കോളജിസ്റ്റിനോട് തുറന്ന് സംസാരിച്ച് അതിലൂടെ തെറാപ്പി എടുക്കുന്നതാണ് എന്ത്, കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് എന്റെ പ്രശ്നം ഞാൻ സംസാരിച്ചാൽ മാത്രമേ എന്റെ സൈക്കോളജിസ്റ്റ് മനസ്സിലാവുള്ളൂ. അതായത് ഐ എം എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. എനിക്ക് ഒരിക്കലും എന്ത് പറ്റില്ല, ഒരു ഇൻസൈറ്റ് ഇല്ലാത്ത ആളെ ട്രീറ്റ് ചെയ്യാൻ അറിയില്ല. എന്റെ അടുത്ത് നിങ്ങൾ ലക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി വന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. ഇൻസൈറ്റ് ഇല്ലാത്തവരെ ട്രീറ്റ് ചെയ്യുന്നവരാണ് ആര്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. എന്താണ് ഇൻസൈറ്റ് ഇല്ലാത്തവര്? അതായത് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞിട്ട് ചിലപ്പം റോഡിലൂടെയൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് നടന്നു പോകുന്നവര്, അല്ലെങ്കിൽ ആരും എന്നെ കൊല്ലാൻ വരുന്നു എന്ന് സംശയിക്കുന്നവര്, ഇങ്ങനെ സ്വന്തം ഇൻസൈറ്റ് നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഇൻസൈറ്റ് ഇല്ലാത്തവരെന്ന് പറയുന്നത്. അതായത് ഹാലൂസിനേഷൻ, ഡെലൂഷൻ പോലെയുള്ള മാരകമായിട്ടുള്ള മാനസിക രോഗാവസ്ഥയുള്ളവര്, മതിഭ്രമം, ചിത്തഭ്രമം, നട്ടഭ്രാന്തി എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള, അതായത് ഇൻസൈറ്റ് നഷ്ടപ്പെട്ടവരെ, അവരെ ട്രീറ്റ് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. ആ ഗ്രൂപ്പ് ഓഫ് ആളുകളില് സൈക്യാട്രിസ്റ്റ് മെഡിസിൻ കൊടുക്കും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തെറാപ്പി കൊടുക്കും. ഇനി അഡ്മിഷൻ, അതായത് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നതാണെങ്കിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ് ഒക്യുപേഷണൽ തെറാപ്പി, സൈക്കോ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുക. അതോടൊപ്പം ആരും കൂടി ഉണ്ടാവും, സൈക്യാട്രിക് നേഴ്സ് ഉണ്ടാവും അവരെ പരിപാലിക്കാൻ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇൻസൈറ്റ് ഇല്ലാത്തവരെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇൻസൈറ്റ് ഉള്ളവരെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഇൻസൈറ്റ് ഇല്ലാത്തവരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാണ് ട്രീറ്റ് ചെയ്യുക. നമ്മളടുത്ത് ഇൻസൈറ്റ് ഇല്ലാത്തവരൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മൾ അപ്പൊ തന്നെ റെഫർ ചെയ്ത് വിടാറാണ്. കാരണം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ
തെറാപ്പി കൊണ്ട് മാത്രം നിൽക്കത്തില്ല. എന്തും കൂടി വേണം, മരുന്നിന്റെ ആവശ്യകത കൂടി വേണ്ടിവരും. അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മാനസിക പ്രശ്നം ഒരിക്കലും എന്തുകൊണ്ട് മാറില്ല, മരുന്ന് കൊണ്ട് മാറില്ല. അതിനെന്ത് വേണം, തെറാപ്പി കൂടെ വേണം. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് വെറും മാനസിക രോഗത്തിന് ട്രീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഒത്തിരി സ്കോപ്പുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയാ സ്കോപ്പുള്ള ഒരു ചോദിക്കുക. ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രമാണോ മരുന്ന് പ്രൊവൈഡ് ചെയ്യുക? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മരുന്ന് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സൈക്യാട്രിസ്റ്റിന് മാത്രമേ മരുന്ന് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതായത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ പണി അവർക്ക് തെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് എന്ത് പറ്റില്ല, മരുന്ന് കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ ആണോ? അതൊന്നുകൂടെ പറയണേ ഇൻസൈഡ്. നമ്മുടെ നാട്ടിലുള്ള മെയിൻ അവയർനെസ് കുറവാണ് കേട്ടോ. ആ ഒരു ഡിസ്കഷൻ ആണ് കേട്ടോ ഞാനിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വിചാരം മാനസിക പ്രശ്നത്തിന് എപ്പോഴും മരുന്ന് വേണം എന്നാണ്. അതൊക്കെ കൂടെ ക്ലിയർ ആക്കി തരാം. കാരണം നിങ്ങൾ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമല്ലോ. അതായത് മാനസിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സാ രീതി മരുന്നല്ല, തെറാപ്പിയാണ്. തെറാപ്പി എന്നാണ് അതിനെ പറയാം. പലതരം തെറാപ്പി ഉണ്ട് കേട്ടോ. ഒരു 4 തെറാപ്പിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സൈക്കോ അനാലിസിസ്, ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഹ്യൂമനിസ്റ്റിക് തെറാപ്പി. ഒരുപാട് തെറാപ്പീസ് ഉണ്ട് കേട്ടോ. REBT, അതുപോലെ തന്നെ ACT, ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി, ഇന്റർപേഴ്സണൽ തെറാപ്പി, ഫാമിലി തെറാപ്പി, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി, യൂണിയൻ തെറാപ്പി, ഗസ്റ്റാൾട്ട് തെറാപ്പി. ഒത്തിരി തെറാപ്പീസ് ഉണ്ട്. ഇതിൽ ഒരു തെറാപ്പിയാണ് ഒരാൾ സ്പെഷ്യലൈസ് ചെയ്യുക. അതായത് ഒരു സൈക്കോളജിസ്റ്റ് ഒരു തെറാപ്പിയിൽ മാത്രമാണ് സ്പെഷ്യലൈസ് ചെയ്യുക. ഇനി തെറാപ്പിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ മാനസിക പ്രശ്നങ്ങൾക്കുള്ള ആകെ സൊല്യൂഷൻ തെറാപ്പിയാണ്. തെറാപ്പി കൊണ്ട് മാത്രമേ മാനസിക പ്രശ്നം മാറും. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ മരുന്ന് എന്ന്? അതായത് സിവിയർ ആയിട്ടുള്ള മാനസിക പ്രശ്നം വരുമ്പോഴേക്കും നമ്മുടെ ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ ഇംബാലൻസ് ആവും. ആ ഇംബാലൻസ് ആയിട്ടുള്ള ഹോർമോൺസിനെയും അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഡെത്ത് ആൻസൈറ്റി ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ സൈക്കാട്രിസ്റ്റിന് വിടില്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സൈക്കാട്രിക് ഡ്രഗ്സിന് എഡിക്ഷൻ ഉണ്ട്. അത് കയറിയപ്പോൾ തന്നെ നമുക്ക് ഇറക്കാനും ടൈം എടുക്കും. അതായത് ഒത്തിരി നാള് ചില മരുന്നുകൾ കുടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോ പിന്നെയും ഒരു കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഒറ്റയടിക്കൊന്നും പോയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണരുത്. അപ്പൊ നമുക്ക് ചെറിയൊരു പ്രശ്നം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ മതി. ആ സൈക്കോളജിസ്റ്റ് പറയും നിങ്ങൾക്ക് സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. 2 ദിവസം മുന്നേ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു. ഭയങ്കരമായിട്ട് ഒരു അവസ്ഥയിലായിരുന്നു. ഡെത്ത് ആൻസൈറ്റി. അയാൾ മരിച്ചു പോകുന്നുള്ള പേടിയുണ്ട്, അയാളുടെ മദർ മരിച്ചു പോകുന്നുള്ള പേടിയുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബോഡി ഷിവർ ചെയ്യാണ്. എന്റെ മുന്നിൽ ഇരുന്നൊക്കെ പൊട്ടിക്കരയാണ്. പക്ഷെ അവർക്ക് ഡോക്ടറെ കാണാൻ ഒരു പേടിയുണ്ട്. കാരണം സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകണ്ട, അങ്ങനെ ഒരു പേടിയിലാണ് ആള് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പം ആളുടെ തോട്ട്സ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അയാളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അയാള് കുറച്ചൊരു ഡിസ്റ്റോർട്ടഡ് ആയ പോലെ ഫീൽ ചെയ്തു. അതേസമയം അവർക്ക് എന്ത് പറ്റുന്നില്ല, എനിക്ക് സൈക്കാട്രിസ്റ്റിനൊന്നും കാണണ്ട, സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി. ഞാൻ കുറെ നേരമൊക്കെ സംസാരിച്ചു, ചെറിയ ചില എക്സസൈസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ബൈസ്റ്റാൻഡേഴ്സിനെ അവെയർ ഒക്കെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞു 2 ദിവസം നമുക്ക് നോക്കാം. 2 ദിവസമായിട്ടും ആളൊട്ടും ഓക്കെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ. അങ്ങനെ പിറ്റേ ദിവസം അവർ വിളിച്ചു, ആളൊട്ടും ഓക്കെ അല്ല. ഞാൻ പറഞ്ഞു നാളെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ആളെ കാണുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കി കുറച്ചൊരു സിവിയർ ഏരിയയിലേക്ക് പോയിട്ടുണ്ട് എന്ന്. അപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് റെഫർ ചെയ്തിട്ട് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ടു. ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. എനിക്ക് റെഫറൽ അയച്ചതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിക്കാരൻ റിപ്ലൈ തന്നു, ഡോക്ടർ റിപ്ലൈ തന്നു. ആൾ സൈക്കോട്രിക് ഫീച്ചറിലേക്ക് എത്തിയിട്ടുണ്ട്, മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ ആളെ യാദർശികമായിട്ട് പുറത്തു വെച്ചു. ആളിപ്പോ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 3 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ പോയിട്ട് തെറാപ്പി എടുക്കണം. അതായത് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ സിവിയർ ആയി കഴിഞ്ഞാൽ യെസ് അവിടെ മെഡിക്കേഷൻസ് വേണം. പക്ഷെ മെഡിക്കേഷൻസ് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കില്ല,
മനസ്സിൽ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ മരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുക? എങ്ങനെയാണ് നമ്മളെ ചിന്തകളെ മരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുക? നമുക്കൊരാളെ മറക്കണം, ഏതെങ്കിലും മരുന്ന് പിടിച്ചാൽ മറക്കാൻ പറ്റുമോ? നമുക്കൊരു ഉണ്ടായ ഒരു ദുരനുഭവം മറക്കണം, പറ്റുമോ? പറ്റുമോ? നിങ്ങൾ പറ. പറ്റുമോ? അതുകൊണ്ട് തന്നെ തെറാപ്പി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. അതിൽ മൈൽഡ് ടു മോഡറേറ്റ് അവസ്ഥയ്ക്ക് തെറാപ്പി മാത്രം മതി. സിവിയർ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് വേണ്ടി വരാം? മെഡിക്കേഷൻസും ബാക്കി ട്രീറ്റ്മെന്റ്സും ഒക്കെ വേണ്ടി വരാം. അപ്പോ എപ്പോഴാണ് സിവിയർ ആവുന്നത്? നിങ്ങളൊരു തുടക്ക സമയത്ത് തന്നെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒന്നെങ്കിൽ മറച്ചു വെക്കും, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. ഇപ്പൊ കുറെ ഇറങ്ങിയിട്ടുണ്ട്, NLP, അക്യുപഞ്ചർ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഉസ്താദുമാര്, അച്ഛന്മാര്, അങ്ങനത്തെ കുറെ ആളുകളുടെ അടുത്തൊക്കെ പോയി സിവിയർ ആക്കി മാറ്റും. മനസ്സിന്റെ പ്രശ്നങ്ങൾ മാനസികാരോഗ്യ വിദഗ്ധനെയാണ് കാണേണ്ടത്. പ്രാർത്ഥിച്ചോളൂ. അതിപ്പോ നമ്മളിപ്പോ ലേബർ റൂമിലേക്കോ സർജറിക്കോ ഒരു പേഷ്യന്റിനെ കയറ്റിയാൽ ഡോക്ടർ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, പുറത്തിരുന്ന് പ്രാർത്ഥിച്ചോളൂ. അത് വേണം. ബാക്കി അതിൻ്റെതായിട്ടുള്ള വിദഗ്ധര്, ഗൈനക്കോളജിസ്റ്റ് പ്രസവം എടുക്കും, സർജറി ചെയ്യും. അതുപോലെ നമ്മളെ പോലെയുള്ള മാനസികാരോഗ്യ വിദഗ്ധര് ആ കാര്യം കൈകാര്യം ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനത്തെ അടുത്ത് പോകുന്നത്? പണി അറിയാത്ത കുറെ പേര് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം. ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് വെക്കാൻ തന്നെ കാരണം ഇഗ്നോ പിള്ളേരെ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സ് കാര്യങ്ങളൊക്കെ. ഒരു പേഷ്യന്റ് വന്നാൽ അയാളെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ 5 വർഷം ഇരുന്ന് പഠിച്ചെടുക്കുകയും പണി അറിയുന്ന ഒരാളുടെ കീഴിൽ പോയി ട്രെയിൻ ചെയ്യുക തന്നെ വേണം. അല്ലാണ്ട് 10 ദിവസം കൊണ്ടോ 6 മാസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടക്കത്തില്ല. യാദർശികമായിട്ട് ഞാന് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ പോസ്റ്റർ കണ്ടു. പുള്ളിക്കാരി കൺസൾട്ടേഷൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയോട് വെച്ച് താൻ എന്താ ചെയ്യുക? അല്ല മാം, ഞാൻ PG ഒക്കെ ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴത്തെ കൺസൾട്ടിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഒന്ന് തുടങ്ങി വെച്ചതാണ്. അതിൽ ആ പോസ്റ്ററിലുള്ള റൂട്ട് കോസ് ഞാൻ കണ്ടെത്തുന്ന ഒരു രോഗത്തിന് റൂട്ട് കോസ് താൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഞാൻ എന്താണ് ഒരു പേഷ്യന്റ് വന്നിട്ട് പറയണേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല 4 ദിവസമായിട്ട്, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ചിന്തകളാണ്, മരിക്കാൻ തോന്നുന്നുണ്ട്. താൻ ആ പേഷ്യന്റിനോട് എന്ത് പറയും? അപ്പൊ ആള് പറയും ഞങ്ങൾ ആ കേട്ടിരിക്കുക. അവർ കേട്ടിരുന്നാൽ മാത്രം മതിയോ? 1 മണിക്കൂർ നമ്മൾ അവരെ കേട്ടിരുന്നു, അതുകൊണ്ട് അവരുടെ പ്രശ്നം മാറുമോ? ഇല്ല. 1 മണിക്കൂർ കൗൺസിലിംഗ് കൺസൾട്ടേഷന് വന്നു കഴിഞ്ഞാൽ കൃത്യം സ്ട്രക്ചർ ഉണ്ട്. ഇത്ര സമയം അവരുടെ കാര്യങ്ങൾ കേൾക്കണം. ആൻഡ് കേസ് കോൺസെപ്ച്വലൈസേഷൻ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഞാനത് എടുത്തെടുത്ത് ചോദിച്ചു. അപ്പം ഒരു കേസ് വന്നാൽ ഞാൻ കേസ് കോൺസെപ്ച്വലൈസ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ആ പേഷ്യന്റ് പോകുമ്പോൾ ആ പേഷ്യന്റിന് എന്തുകൊണ്ട് അയാൾക്ക് ഈ രോഗം വന്നു, എന്തുകൊണ്ടാണ് ഇപ്പൊ ഹിറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇത് മാറാതെ ഇയാളെ പിന്തുടരുന്നത്, എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്നൊക്കെ ആളോട് പറയുന്നതിനെയാണ് കേസ് കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഫ്രം ദ റൂട്ടിലേക്ക് നമ്മൾ പോകണം. അതെങ്ങനെ ഇയാള് കണ്ടെത്തുന്നു വെച്ചു. ഞങ്ങൾക്കറിയില്ല. നോക്കുമ്പോ ഏതോ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആള് പറഞ്ഞല്ലോ ഈ ഡിപ്ലോമ മതി പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നോ കുട്ടികളെയാണ് ഏറ്റവും അധികം പറ്റിക്കുന്നത്. മുറി വൈദ്യൻ ആളെ കൊല്ലും. എന്നോട് ഞാൻ റെഗുലർ PGയും ഡിഗ്രി ഒക്കെ ചെയ്യുന്നവർക്ക് മാം എന്തിനാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവര് പലരും പാഷനേറ്റ് ആയിട്ടാണ് സൈക്കോളജി പഠിക്കുന്നത്. അവര് നിങ്ങളെക്കാളും പാഷനേറ്റ് ആയിട്ട്. എനിക്ക് ഇപ്പോഴും കുറേ സ്റ്റുഡൻസ് ഉണ്ട്. വളരെ ആ സമയമാകുമ്പത്തേനും വന്നിരുന്ന് നോട്ട്സ് ചെയ്ത് ഇപ്പൊ കൂടുതലുണ്ട്. ഇസ്മായിൽക്ക ഒരു എന്താ പറയാ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇസ്മായിൽക്ക ഏത് ക്ലാസ് ആയിരുന്നു, 3rd ഇയർ ആണ് അദ്ദേഹം. ഏത് ക്ലാസ് ആയാലും അദ്ദേഹം വളരെ ക്യൂരിയസ് ആയിട്ടാണ് വന്നിരുന്ന ക്ലാസ് കേൾക്കാറുള്ളത്. അതുപോലെ ഇപ്പൊ വത്സമ ചേച്ചി, ഷീ 70+. ഇന്ന് 3rd ഇയറിന്റെ എക്സാം എഴുതാൻ പോയി. അപ്പം അത് പഠിപ്പിച്ച ടീച്ചറോട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ വെറും 24 വയസ്സുള്ള ഞങ്ങളുടെ HR സോറി 22 വയസ്സുള്ള ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ് ആണ് ടീച്ചർ. ആ 70 വയസ്സുള്ള അമ്മ ഞങ്ങളോട് അനുഗ്രഹം മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത്. അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഇഗ്നോയില് പലരും സൈക്കോളജി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പൊട്ടത്തരത്തിൽ നിങ്ങൾ വീഴരുത്. 6 മാസത്തെ ഡിപ്ലോമ ഉണ്ടോ 10 ദിവസത്തെ ഡിപ്ലോമ ഉണ്ടോ ഒന്നും നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല.
കൃത്യമായി ഡിഗ്രി എടുക്കുക, PG ചെയ്യുക, ഇന്റേൺഷിപ്പ് ചെയ്യുക. അതായത് എന്താണ് ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിന്റെ അണ്ടറിൽ പോയിട്ട് കേസ് എടുക്കാനും അതെങ്ങനെ പരിഹാരം കണ്ടെത്താനുള്ളത് പഠിക്കുക, തെറാപ്പി പഠിക്കുക. ഇതാണ് വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു മാന്ത്രിക വിദ്യ ഒന്നുമല്ല. അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം കൂടെ പലരുടെയും വിചാരം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്നതാണ്. അല്ല, അവർക്ക് ഒരാഴ്ച, അതായത് ഫസ്റ്റ് സെഷനിൽ വന്ന് കേസ് കോൺസെപ്റ്റലൈസേഷൻ ചെയ്തിട്ട് അടുത്ത സെഷൻ ആകുന്നതിന് മെയിൻ പ്രോബ്ലം സബ്ഡ്യൂ ചെയ്യണം. മെയിൻ പ്രോബ്ലം ഉറങ്ങാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റണം. മൈഗ്രെയിൻ ആണെങ്കിൽ അത് കുറയണം. അത് കുറയാനുള്ള കാര്യങ്ങൾ നമ്മളിവിടുന്ന് കൊടുക്കണം. അല്ലാതെ ചുമ്മാ അവരെ കേട്ടിരുന്ന അവരുടെ പ്രശ്നങ്ങൾ മാറില്ല. അതിന് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് വേസ് ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് സൈക്കോളജിയിലൂടെ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്റെ ടാഗ് ലൈൻ കേട്ടിട്ടുണ്ടല്ലോ, സൈക്കോളജി പഠിക്കാം പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനൊപ്പം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ വണ്ടിയിൽ പോകുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ടാവും. ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എപ്പോഴോ നമ്മള് എന്തോ പറ്റാത്ത ഫുഡ് കഴിച്ചു, ബസ്സിൽ കയറി, അന്ന് ഛർദ്ദിച്ചു. അതോടെ ബസ്സും ഛർദിയും തമ്മിൽ കണ്ടീഷൻ ആവുകയാണ്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം സൈക്കോളജിയിലൂടെ. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്, അവർ വണ്ടി കയറാൻ ഛർദ്ദിക്കും. ചിലപ്പോ ക്ലാസിക്കലി കണ്ടീഷൻഡ് ആയതായിരിക്കാം. ഒരു രോഗം ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ നമ്മൾ തിരിച്ചറിയണം. അതായത് ചില പ്രശ്നങ്ങൾ ശരീരത്തിനെ ബാധിക്കാം, ചിലത് മനസ്സിനെ ബാധിക്കാം. അത് ഓർഗാനിക് എന്ന് പറയുന്നത് ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. ഉദ്ധാരണക്കുറവ്, അതായത് പുരുഷന്മാരിൽ കണ്ടുവരുന്നതാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ലിംഗം സെക്സിന്റെ സമയത്ത് ഉദ്ധരിക്കാതിരിക്കുക, പെനീസ് ഇറക്റ്റ് ആവാതിരിക്കുക. ഇത് ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ നമ്മൾ തിരിച്ചറിയണം. അതായത് ഒരു പേഷ്യന്റ് നമ്മളടുത്ത് വന്നിട്ട് പറയാണ്, മാം എനിക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ് എന്ന് പറയുന്ന സമയത്ത് അത് ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാം? ഓർഗാനിക് ആണോ നമ്മൾ ചോദിക്കും. അതായത് സെക്സ് ചെയ്യുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഈ പ്രശ്നം, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ പോൺ വീഡിയോസ് കാണുമ്പോഴോ, അല്ലെങ്കിൽ മറ്റെപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉദാഹരണം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പം ഇല്ല മാം, സെക്സ് ചെയ്യുമ്പോഴാണ് ഉദ്ധരിക്കാത്തത്, അല്ലാത്തപ്പോഴൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോൺ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഉദാഹരണം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഓർഗാനിക് അല്ല, ഇനോർഗാനിക് ആണ്, മനസ്സിന്റെ പ്രശ്നം കൊണ്ടാ. നേരെ മറിച്ച് ഭാര്യയായിട്ട് സെക്സ് ഇറക്ഷൻ ഇല്ല, മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴും ഇറക്ഷൻ ഇല്ല, വേറെന്ത് ചെയ്യുമ്പോഴും ഇറക്ഷൻ ഇല്ല, അത് ഓർഗാനിക്കാ, ശരീരത്തിന്റെ പ്രശ്നമാണ്. അതിന് നമ്മൾ അതത് ഡോക്ടറെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. ആൻസൈറ്റി ഉള്ള പേഷ്യൻസിന് തൈറോയിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. തൈറോയിഡ് ഹൈ ലെവലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിവിടെ തെറാപ്പി കൊടുത്താലും ആൻസൈറ്റി കുറയില്ല. അപ്പൊ അതിന് തൈറോയിഡിന് കൂടെ മരുന്ന് കഴിക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് മനസ്സും ശരീരവും ഒക്കെ നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ്. മനസ്സിനൊരു മനസ്സിന് താങ്ങാൻ പറ്റാത്ത പ്രശ്നം വന്നാല് മനസ്സത് ശരീരത്തിന് കൊടുക്കും. മാറാത്ത കൈവേദന, മാറാത്ത കാൽവേദന, ഈ യൂറിനറി പ്രോബ്ലംസ്, അതായത് ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, സ്കാനിങ്ങിലും പ്രശ്നമില്ല, MRIയിലും പ്രശ്നമില്ല, ബാക്കി ട്രീറ്റ്മെന്റ്സിലൊന്നും പ്രശ്നമില്ല, പക്ഷെ നിങ്ങളുടെ വേദന മാറുന്നുമില്ല, നിങ്ങൾ ഫേക്ക് ചെയ്യല്ല. സൈക്കോസൊമാറ്റിക്സ് ആണത്. മനസ്സിന് എന്തോ പ്രശ്നം മനസ്സിൽ കിടന്ന് അലട്ടിയിട്ട് അത് ശരീരത്തിലേക്ക് കൊടുക്കുന്ന. എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് ഇവിടെ വേദനയാണ്, അസഹ്യമായിട്ടുള്ള വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അവര് ഹിജാമ ചെയ്തിട്ടുണ്ട്, കപ്പിംഗ് തെറാപ്പി ചെയ്തിട്ടുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട്, MRI, ഇനി ഒരു ചികിത്സയില്ല ചെയ്യാത്തത്. അവസാനം ഏതോ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കൂടെ കണ്ടു നോക്കൂ എന്ന്. അതിലൊന്നും കുഴപ്പമില്ല, തൽക്കാല ആശ്വാസം. ഈ മാവൊന്നും കുഴയ്ക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് മനസ്സിലാക്കി. കാരണം ഭർത്താവിന്റെ അമ്മയും സോക്കോൾഡ് അവര് നല്ല ആളുകളാണ്, പക്ഷെ ഈ ആളറിയാത്ത പീഡനം എന്നൊക്കെ പറയില്ലേ, പിന്നെ ഭർത്താവിന്റെയും ഭാര്യനെ ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കില്ല, പിന്നെ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ഭാര്യ തന്നെ ചെയ്യണം, സ്വന്തം വീട്ടിലേക്ക് വിടില്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ റൂട്ട് കോഴ്സ് എന്ന് പറയുന്നത് ഈ കുട്ടീനെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതാ.
ഇതിങ്ങനെ 16 വയസ്സിലെങ്ങാനും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഈ കുട്ടീനെ ഗൾഫിലോട്ട് കൊണ്ടുപോയി. അപ്പം വളരെ കാലം മുന്നേ ആട്ടോ, 16 17 വർഷങ്ങൾ മുന്നേയുള്ള സംഭവം. അപ്പൊ ഗൾഫിലോട്ട് കൊണ്ടുവച്ച് ഗൾഫിൽ ഇവര് ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. അതായത് ഭർത്താവിന്റെ അമ്മ, അച്ഛൻ, ഭർത്താവ്, ഇവര്, പിന്നെ ഭർത്താവിന്റെ ഏട്ടൻ, ഏട്ടന്റെ വൈഫ്, അനിയൻ ഇവരെല്ലാവരും കൂടി ഒരു ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. ഇവര് ഇതേപോലെയുള്ള ഈ സോക്കോൾഡ് പീഡനം അന്നും ഉണ്ട്. പക്ഷെ അന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ആരോടും ഇത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കാം? നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും ഒരാഴ്ചയെങ്കിലും നമ്മൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഉമ്മയോടോ ചേച്ചിയോടോ ആരോടെങ്കിലൊക്കെ വിഷമമൊക്കെ പറഞ്ഞു തീർക്കും. ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അന്ന് ലാൻഡ് ലൈൻ ആണ്. സ്വന്തം വീട്ടിലേക്ക് വിളിക്കാൻ ഒരു 5 മിനിറ്റ് ഒക്കെ വിളിക്കും. അത് ഹോളിൽ നിന്ന് വിളിക്കും, വിശേഷങ്ങൾ പറയും, വെക്കും. ഒരു കാര്യം ആരോട് കൺവേ ചെയ്യാൻ പറ്റാതെ 3 വർഷം ആ ഒരു നാട്ടിൽ നിന്നു. അതായിരുന്നു തുടക്കം. പിന്നെ നാട്ടിൽ വന്നിട്ടും ഇതന്നെ, അതായത് പുറത്തുള്ള ഒരാൾ നോക്കി കഴിഞ്ഞാൽ ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്, എല്ലാ സൗകര്യങ്ങളും ആ കുട്ടിക്ക് ഉണ്ട്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു ഇന്റേണൽ സാധനം, അമ്മായിമ്മ ഭയങ്കരമായിട്ട് ഏത് ഡ്രസ്സ് അവളിടണം, എവിടെ പോകണം, എല്ലാത്തിനും പെർമിഷനാ, എന്തിനും അവൾക്ക് യാതൊരു വിധ സ്വാതന്ത്ര്യവും ഇല്ലാതെ ആ ഒരു ഫ്രസ്ട്രേഷൻ താങ്ങാൻ പറ്റുന്ന കുട്ടിക്ക് വന്നതായിരുന്നു കൈവേദന. ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ചു, മാറി താമസിക്കണം എന്ന് പറഞ്ഞു. വൈഫിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും മുന്നോട്ട് പോകാണെങ്കിൽ ഇതിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് ഫാമിലി തെറാപ്പിയിലൂടെ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോഴും എന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കൈവേദന മാറിയെന്ന് വെച്ചാൽ കുറച്ചൊക്കെ കുറവുണ്ട്. ബട്ട് അവര് വീട് മാറി താമസിച്ചു, പക്ഷെ അതേ പറമ്പിൽ തന്നെയാണ്. അതായത് ഹസ്ബൻഡ് വീട് തൊട്ടടുത്ത പറമ്പിൽ തന്നെ അവരെ വിളിച്ചു. അപ്പൊ ഇപ്പോഴും ഞാൻ അവരെ ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അസേർട്ടീവ് ആയിട്ട് അവർക്കൊരു നോ പറയാൻ അറിയില്ല. അതായത് ഇവർ ചെയ്യുന്നൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അത് പോയി പറയാൻ അറിയില്ല, അത് വേറെ ആരോട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതൊക്കെ മറന്നു വയ്ക്കാൻ 16 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരെങ്കിലും ചിന്തിക്കോ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ കൈവേദന വന്നത് എന്ന്? അതാണ് അതിന്റെ ഫാക്ട്, അതാണ് അതിന്റെ റൂട്ട് കോസ്. ഇപ്പോഴും നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. ഇതിന് ഞങ്ങൾ വിളിക്കാം, പണ്ട് ഫ്രോയിഡ് വിളിച്ചത് ഹിസ്റ്റീരിയ എന്നാണെങ്കിൽ ഇപ്പൊ അതിന് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്നാ പറയുന്നത്. അതായത് മനസ്സിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സ് ശരീരത്തിന് ചില ഡിഫിക്കൽട്ടീസ് ആയിട്ട് കൊടുക്കും. അപ്പൊ അത് മനസ്സിന്റെ പ്രശ്നമാണോ ശരീരത്തിന്റെ പ്രശ്നമാണോ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു സൈക്കോളജിസ്റ്റ് പറ്റണം. ഇതാണ് സൈക്കോളജി. അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ മോട്ടിവേഷൻ, കുറെ യെസ് യു കാൻ ഡു ഇറ്റ്, ഇതൊന്നും അല്ല. അല്ലെങ്കിൽ കുറെ അവരെ കൊണ്ട് പിന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കുക, ഒന്നുമല്ല. ചിന്തകളെ നിയന്ത്രിക്കാൻ, മനസ്സിനെ പാകപ്പെടുത്താൻ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ, ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ, നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സൈക്കോളജി ഒരുപാട് സഹായിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്ക് ബിഫോർ ഉള്ള അഫെയും ആഫ്റ്റർ ഉള്ള അഫെയും ഭയങ്കര ഡിഫറെന്റാ. എനിക്കിപ്പോ ഞാൻ എന്താണെങ്കിലും എനിക്കറിയാം, എന്റെ ചുറ്റുമുള്ളവർ എന്താണെന്ന് എനിക്കറിയാം, അവരെങ്ങനെ പിക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആള് ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ അയാളെ എങ്ങനെ കാം ഡൗൺ ചെയ്യണം എന്നറിയാം. ഒരു മരണ വീട്ടില് ഭയങ്കര പാനിക് ആയിട്ടുള്ള ഇരിക്കുന്ന ആളെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്കറിയാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്ത് അവിടെ ഉണ്ടായപ്പോൾ അവിടെ ഇപ്പോഴും സത്യസന്ധമായിട്ട് പറയാണ്, 1 year ആയിട്ട് ഞാൻ എന്ന ക്യാമ്പിൽ എല്ലാവരും എന്നെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫാമിലി ഫ്രണ്ട് പോലെയായി. എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഈ അടുത്ത് അവിടെ ചൂരൽമലയില് ഒരു ഉരുൾപൊട്ടലിന്റെ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാരെയും വിളിച്ചു. ചിലർ എന്നെ കോണ്ടാക്ട് ചെയ്തു. അതെന്താ, അവിടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അതായത് ഒരു ദുരന്ത മുഖത്ത് ഒരു സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നത് പറയുന്നു. പല പല റോളുകളാണ്. സുശാന്ത്. അപ്പൊ മാം, ഇപ്പൊ ഈ പെൺകുട്ടിക്ക് കൈയിന് വേദന ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ അത് മൈൻഡിന്റെ പ്രശ്നമാണോ, അത് ശരിക്കും റിയൽ ആയിട്ട് അവർക്ക് പെയിൻ ഉണ്ടായിട്ടുണ്ടോ കൈയിന്? അവർക്ക് പെയിൻ ഫീൽ ചെയ്യും, പക്ഷെ അത് മൈൻഡ് ഫീൽ ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് കൈയുടെ യഥാർത്ഥ പ്രശ്നമാണെങ്കിൽ അത് MRIയിലോ സ്കാനിങ്ങിലോ കാണും, കണ്ടിട്ടില്ല. ബട്ട് അവർക്ക് നല്ല പെയിൻ ഉണ്ട്, അവർക്കത് ഫീൽ ചെയ്യും. ദേ ആർ നോട്ട് ഫേക്കിംഗ് ഇറ്റ്. അവരത് ചുമ്മാ പറയല്ല, മനസ്സാ പെയിൻ കൊടുക്കും.
അതുകൊണ്ടാണ് സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറയുന്നത്. മിക്ക മൈഗ്രെയിനും സൊമാറ്റോഫോമാ. ഞാനിവിടെ മൈഗ്രെയിൻ ഒക്കെ നന്നായിട്ട് മാറ്റി കൊടുക്കാറുണ്ട്. അതൊരിക്കലും അവർ അഭിനയിക്കുന്നതല്ല, ശരിക്കും അവർക്ക് പെയിൻ ഫീൽ ചെയ്യും. അത് മനസ്സ് കൊടുക്കുന്ന. അത് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മള് പിന്നെ ഒരു പുളിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായില് അതിന്റെ എഫക്ട് വരില്ലേ? അപ്പൊ അത് നമ്മള് മൈൻഡിൽ കൊടുക്കുന്നത് കൊണ്ടല്ലേ? അപ്പൊ അതും ഇത് അത് റിഫ്ലെക്സ് ആണ്. എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം വന്നത്. എനിക്ക് ഇഷ്ടം പുളി, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് മൈൻഡ് ബോഡി ഭയങ്കര കണക്റ്റഡ് ആണ്. ഒന്നാലോചിക്കേ, നന്നായിട്ട് കരഞ്ഞാൽ തലവേദന വരും. സങ്കടം വന്നാല് കരഞ്ഞാൽ തലവേദന വരും അല്ലേ? അതുപോലെ തലവേദന വന്നാൽ ചെറിയൊരു സങ്കടവും വരും. മൈൻഡ് ബോഡി ഭയങ്കര കണക്റ്റഡ് ആണ്. ഈ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നോക്കിക്കേ, മനസ്സിലൊരു പ്രശ്നം വന്നാൽ ബോഡിനെ നന്നായിട്ട് ബാധിക്കും. ചില സിംറ്റംസ് ആണ്. ഒന്നെങ്കിൽ ഉറക്കക്കൂടുതൽ, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ ഒരുപാട് തോന്നുക, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാൻ മൂടുണ്ടായിരിക്കില്ല, പിന്നെ ഹെഡേക്ക്. പിന്നെ വരുന്നൊരു സിംറ്റമാണ് കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന്ന് പോവാത്ത അവസ്ഥ. അപ്പൊ മൈൻഡ് ബോഡിയായിട്ട് നല്ല കണക്ഷനാണ്. ചിലപ്പോ മനസ്സിന്റെ പ്രശ്നം നമ്മളിങ്ങനെ കുഴപ്പമില്ല സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും അറിയാം ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ എടുത്തെത്താ, അത് ബോഡിനെയും ബാധിച്ചു തുടങ്ങുമ്പോൾ വെയിറ്റ് പെട്ടെന്ന് കുറയുക, അതുപോലെ തന്നെ വയറ്റിന്നൊക്കെ പോകാൻ ബുദ്ധിമുട്ടാവുക, ഭയങ്കരമായിട്ടുള്ള തലവേദന, നെഞ്ചെരിച്ചില്, ഈ ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ പ്രോബ്ലംസ് ഒക്കെ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഓക്കെ. എന്റെ ഹസ്ബൻഡ് ഇവിടെ കോയമ്പത്തൂർ വർക്ക് ചെയ്യാണ്. അപ്പൊ മൂപ്പര് വീട്ടിലേക്ക് വരുന്ന ദിവസം മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ശരീരം വേദന, പെയിന്, എന്നാ പുറത്തേക്ക് പനിയൊന്നും ഇല്ല. പക്ഷെ വരുമ്പോ ഒരു കുളിര് എന്നൊക്കെ പറയും. ഒരു 2 ദിവസത്തിനൊക്കെ വരാറുള്ളൂ. പിന്നെ തിരിച്ചു പോകുമ്പോ ആ വഴി, അതായത് വീട്ടിലേക്ക് വരാൻ എന്ന് തീരുമാനം എടുത്തോ അപ്പൊ തുടങ്ങുകയാണ്. അപ്പൊ അവിടേക്ക് തിരിച്ചു പോകുമ്പോ അത് ഇല്ലാന്നാ പറയണത്. അപ്പൊ എന്തെങ്കിലും അവര് സംശയിക്കുന്നത് കൂടോത്രം പോലെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. മരുന്ന് കഴിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. അതിലെന്തെങ്കിലും ഈ സൈക്കോളജി ആയിട്ട് എന്തെങ്കിലും കണക്ട് ആവുണ്ടോന്ന് എനിക്കിപ്പോ ഒരു സംശയം. അങ്ങനെ ആണോ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? പിന്നെ ശരീരത്തിലൊന്നുമില്ലെങ്കിൽ പിന്നെന്താ, മനസ്സാ. അതെ, പക്ഷെ പ്രത്യേകിച്ച് ഇവിടെ വരണത് ഇഷ്ടമാണ്. ഞങ്ങളടുത്ത് ഈ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളാണ്. പക്ഷെ അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ബിസിനസ് എന്താവും എന്നുള്ളൊരു മറുപടി പറഞ്ഞുതരാം കേട്ടോ. ബാങ്ക് കഴിഞ്ഞ ഉടനെ ഞാൻ മറുപടി പറഞ്ഞുതരാം. 2 മിനിറ്റ് കേട്ടോ. റജില ചോദിച്ച ക്വസ്റ്റ്യൻ ആ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സംഭവിക്കും.
നിങ്ങൾ ഒന്നും വേണ്ട, കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് കൂടോത്രം ഒന്നും ചെയ്യണ്ട. ഒരു കോൾമുട്ട എടുത്ത് 4 ഷൂ എന്നൊക്കെ എഴുതിയിട്ട് 4 തെച്ചിപ്പോയിട്ട് ഒരു വെറ്റിലെടുത്ത് അവര് വീട്ടിന്റെ മുന്നിൽ കൊണ്ടു നോക്ക്. പിറ്റേ ദിവസം മുതൽ അവര് കൂടോത്രം ഏറ്റ പോലെ പ്രവർത്തിക്കും. കൂടോത്രം എന്നൊരു സംഭവം ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സുഖം ഒരാളെ നശിപ്പിക്കാൻ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ഈ പോലീസിന്റെയും നിയമത്തിന്റെയും ഒക്കെ ആവശ്യം ഇവിടെ ഉണ്ടോ? നമുക്കൊരാളോട് പ്രശ്നം തോന്നുന്നു, 5000 രൂപയുടെ കേസേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ കേസ് സ്ഥിരം വരാറുണ്ട്, ഞാൻ അതൊക്കെ റിസോൾവ് ചെയ്ത് വിടാറുണ്ട്. അപ്പം അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വരെ മനസ്സിനെ ബാധിക്കും. അതായത് ഒരു കറുത്ത പൂച്ച ചാടിയാൽ അന്ന് അനർത്ഥം സംഭവിക്കുന്നു വിശ്വസിക്കുന്ന ആള് അന്ന് ആക്സിഡന്റ് പറ്റിയിരിക്കും. നേരെ മറിച്ച് വിശ്വാസം ഇല്ലാത്ത ആൾക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ മാം, താങ്ക്സ്. അപ്പോ ആ വിശ്വാസം ഉണ്ടെങ്കിലൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും കേട്ടോ, നന്നായിട്ട് ബാധിക്കും. അതിന് ട്രീറ്റ്മെന്റ് ആ വിശ്വാസമാണ് അപ്പൊ ആ വേദനക്ക് കാരണം എന്നാണ് അല്ലെ മനസ്സിലാക്കേണ്ടത്. ഓഫ്കോഴ്സ് അങ്ങനെ വിശ്വാസം മതി. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞങ്ങളുടെ എല്ലാ വണ്ടിക്കും പണി കിട്ടിയിട്ടുണ്ട്. ഒരു വണ്ടി ആക്സിഡന്റ് ആയ അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടായി. അപ്പൊ മോനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് പ്രശ്നം? വണ്ടികള് ആവുമ്പം തട്ടുകൂട്ടും പണി വരുത്തും സാധാരണമാണ്. ഇപ്പൊ പോളോ ആണെങ്കിൽ കുറെ കാലം, എന്റെ ആദ്യത്തെ വണ്ടി കുറെ കാലമായിട്ട് ഓടുകയാണ്. അപ്പൊ അതിന് സർവീസ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. പിന്നെ വണ്ടി പഠിക്കാൻ ലൈസൻസ് ഇല്ലാത്ത 2 ആളുകൾ വണ്ടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പോസ്റ്റിന് ചെന്നിടിക്കും. അതൊക്കെ സാധാരണമാണ്. പിന്നെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ കിട്ടും. നോ പാർക്കിങ്ങിന്റെ സ്ഥലത്ത് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്താൽ ഫൈൻ വരും. ഇതിനൊക്കെ ഭാഗ്യദോഷമാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മുടെ സൈക്കോളജിസ്റ്റും ക്ലിനിക് ഇൻചാർജും കൂടെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി, 2 പേരും ഇവിടെ തൊട്ടടുത്തേക്കാണ്. 2 പേരും ഇവിടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ ലൈസൻസിന്റെ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. 2 പേരും ഹെൽമെറ്റ് വെച്ചില്ല, FPD അവരെ പൊക്കി. ഇപ്പൊ നോക്കിയേ, ഡെയിലി അവര് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ സ്ഥിരം വണ്ടിയിൽ കീ വെച്ചിട്ടായിരുന്നു പോവാറുള്ളത്. താഴെ കീ വെക്കും. എന്റെ സ്ഥാപനത്തിന് താഴെ എന്റെ വണ്ടി ആരെടുത്തോണ്ടാണ്. ഒരു ദിവസം എന്റെ വണ്ടി വന്ന് ഒരു കൊച്ചേർക്കം കട്ടുകൊണ്ട് പോയി. അത് ഞാൻ പോസിറ്റീവായിട്ട് തിരിച്ചു കിട്ടിട്ടോ. അതിനുശേഷം ഞാൻ വണ്ടിയിൽ കീ വെക്കാറില്ല. അപ്പം മക്കൾക്ക് ആക്സിഡന്റ് ആയി, ഭാഗ്യവശാൽ അവന് തലയ്ക്ക് പരിക്കുണ്ടെന്നുള്ളൂ, വേറെ പരിക്കൊന്നുമില്ല. ഞാനത് പോസിറ്റീവായിട്ട് എടുത്തത്. എനിക്കൊരു പാഠമായി, ഇവർക്ക് ലൈസൻസ് ഇല്ലാത്ത ഇവർ അതിൽ ഇനി വണ്ടി കൊടുക്കരുത്. ഞാൻ ചിന്തിച്ച ഇത്ര മാത്രം, ഇതിലും വലുതെന്തോ സംഭവിക്കാനുള്ള ഇത് ഇങ്ങനെ പോയി. അതായത് ഞാനത് ഭാഗ്യമായിട്ട് കണ്ടത്. മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ നമുക്ക് തിരിച്ചിട്ടായിരുന്നു. ഇപ്പൊ വണ്ടിയല്ല, അത് പോട്ടെ. അപ്പൊ ഞാനതൊന്നും നേരെ മറിച്ച് എന്തോ പ്രശ്നമുണ്ട്, ഭാഗ്യക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ പിന്നെ ഞാൻ കാണുന്ന ഒക്കെ ഭാഗ്യക്കേട്. ഈ പെൻസിൽ വീണു, ഭാഗ്യക്കേടാണ്. ആ ചീപ്പ് അങ്ങോട്ട് മാറി, ഭാഗ്യക്കേടാണ്. എന്റെ ഫുഡിന്ന് ഓറ് തിളച്ചു പോയി, ഭാഗ്യക്കേട്. പിന്നെ ഞാൻ ഇതനുസരിച്ചിട്ടായിരിക്കും എന്റെ കാര്യങ്ങള് മുന്നോട്ട് പോവുക. അതാണ് മൈൻഡിന്റെ പവർ. അതെ, ഇതില് ഖുറാനിക് വെർഷനിലും ഇങ്ങനെ തന്നെയാ പറയാ, നമുക്കൊരു തിന്മ വരുമ്പോഴേ അത് നമുക്ക് നന്മയായിട്ടാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. നമ്മളെ പഠിപ്പിക്കാനുള്ളതാണ് ആ തിന്മ വരുന്നത്. നമുക്കൊരു നമ്മളെ ചിന്തിപ്പിക്കാനാണ് ഖുറാനിക് വെർഷൻ. അതാണ് പോസിറ്റീവ് മെന്റാലിറ്റി. അതായത് ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പൊ വണ്ടി, എന്റെ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് എന്റെ മോനും കൂടി വണ്ടി പഠിക്കാൻ പോയതാണ്. അവര് മുന്നിൽ വരുന്ന വണ്ടി കണ്ടപ്പം വെട്ടിച്ചതാണ്. പോസ്റ്റിന് കൊണ്ടിടിച്ച്. വണ്ടി എന്റെ പഴയ വണ്ടിയാണ്, പഴയ ഒരു മാരുതിയാണ്. ഞങ്ങൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം നന്നായിട്ട് പണിയായി. അപ്പോ അവനത് ഭയങ്കര വിഷമമായിരുന്നു. അവന് പ്രിയപ്പെട്ട വണ്ടിയാണ്. അവന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നവരോട്, എനിക്ക് വണ്ടി പോലും പ്രശ്നമില്ല, എന്റെ മക്കൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നവരോട് എനിക്ക് ഇപ്പോഴും പ്രശ്നമില്ല. എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, നിനക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്തിനു ബുദ്ധിമുട്ട്? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ. മക്കൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ആ നേരെ മറിച്ച് ആരോ നമ്മളെ കണ്ണു വെച്ചിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്കിൽ പിന്നെ വരുന്ന ഓരോ ഇൻസിഡന്റ് ഞാൻ ഇതിനായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ഇറാഷണൽ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. ഇതെന്റെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കാൻ തുടങ്ങും. സിറ്റുവേഷൻ അല്ല, നമ്മൾ അതിനെ എങ്ങനെ ചിന്തിക്കുന്നു, അതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരിക്കലും സിറ്റുവേഷൻ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നോക്കിയേ, ഈ വണ്ടി തന്നെ തട്ടിയത് ഞാൻ നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. നേരെ മറിച്ച് ഞാൻ അത് പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. ഒരു കുഴപ്പമില്ല. ഇപ്പം വേറെയുള്ള വണ്ടി ഇപ്പം
ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല ഉള്ളത്. അത് സർവീസ് ചെയ്യായിട്ടാണ്. ഇവര് മോൻ കണക്ട് ചെയ്ത് ചോദിച്ചാൽ എല്ലാ വണ്ടിക്കും പണി. ഞാൻ എല്ലാ വണ്ടിക്കും പണിയായതല്ല, ആ വണ്ടി സർവീസ് ചെയ്യാൻ സമയമായിട്ട് സർവീസ് ചെയ്യാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോ അത് പണിയായതാണ്. ആ സർവീസ് ചെയ്താൽ അതങ്ങ് റെഡി ആയിക്കോളും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ നെഗറ്റീവ് മെന്റാലിറ്റി കുട്ടികളിലും ഉണ്ടാക്കരുത്. അത് കോർ ബിലീഫ് ആയിട്ട് നമ്മൾ ഉള്ളിൽ കിടക്കും. നമ്മൾ വളർന്നതിനനുസരിച്ച് അത് വളരും. ഇതാണ് നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യുക. ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾക്ക് അന്ധവിശ്വാസം ആക്കം കൂട്ടാറുണ്ട്. ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മക്കളിൽ. അല്ലാതെ എന്റെ ഭാഗ്യക്കേടാണ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും മക്കളിലും നമുക്കും. അപ്പം ഈ പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടാക്കാൻ സൈക്കോളജി സഹായിക്കുന്നുണ്ട്. പോസിറ്റീവ് സൈക്കോളജി, ഇങ്ങനെ ഓരോന്നും സൈക്കോളജിയില് മാർഗങ്ങളുണ്ട്. അപ്പോ സൈക്കോളജി എന്നുള്ളത് വെറും ഒരു സബ്ജക്റ്റ് മാത്രമല്ല, നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും ഓക്കെ ആക്കാനും ഒരു പരിധി വരെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാനും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഉറങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് ഉറങ്ങാൻ നമ്മൾ അവർക്ക്, ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആവില്ല എന്റെ ഒരു പേഷ്യന്റ് റിക്കവർ ആവുമ്പോഴാണ്. അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് വിളിച്ചിട്ട് മോനിപ്പോ ഓക്കെ ആയിട്ടോ അല്ലെങ്കിൽ മോളിപ്പോ ഓക്കെ ആയിട്ടോ, ആ കുറെ മാറ്റങ്ങൾ ഉണ്ടിട്ടോ എന്ന് പറയുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. അത്രയൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. സോ ഭാഗം തന്നെയാണല്ലേ നമ്മള്. യെസ്. സോ അതുകൊണ്ടാണ് സൈക്കോളജി പഠിക്കാൻ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനൊപ്പം എന്ന് ഞാൻ ഈ ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത്. കാരണം വെറും ഒരു സൈക്കോളജി ടീച്ചർ എടുത്ത് പോയാൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഇവിടെയൊക്കെ ഇങ്ങനെ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നവരെ പഠിപ്പിക്കണം, പ്രാക്ടീസ് ചെയ്യുന്നവരെ പഠിപ്പിക്കാൻ ഇരുത്തണം എന്ന് പറയുന്നത്. കാരണം പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ഇത് എവിടെ അപ്ലൈ ചെയ്യണം. തിയറീസ് എല്ലാം അറിയാം, പക്ഷെ എവിടെ അപ്ലൈ ചെയ്യണം. ഇതായിരിക്കും സൈക്വസ്റ്റ് നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുന്നത്. നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം, നമ്മൾ വെറും ഒരു പാഠഭാഗം മാത്രം പറഞ്ഞു പോവില്ല. സ്മൈൽക്ക് ഉണ്ട് ഇവിടെ, തേർഡ് ഇയർ ആരെങ്കിലും ഉണ്ട് ഇവിടെ? സ്മൈൽക്കിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ നമ്മുടെ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം. നമുക്ക് തേർഡ് ഇയറിൽ കൗൺസിലിംഗ് എന്നൊരു പേപ്പർ ഉണ്ട്. ശരിക്കും കൗൺസിൽ ചെയ്യുന്ന പോലെ ഞാൻ ആ പേപ്പർ പഠിപ്പിച്ചു കൊടുത്തു. എനിക്ക് അറിഞ്ഞൂടെ തേർഡ് ഇയേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. സ്മൈൽക്ക് ഉണ്ട്. അതുപോലെ വേറെ ഒരു ഡൗട്ട് ചോദിച്ചോളൂ. അതായത് ഈ ക്ലിനിക്കൽ സൈക്കോളജി എടുത്ത ആൾക്ക് കൗൺസിലിംഗ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല? ഉണ്ടാവും. അവിടെ എംഫിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി ഇപ്പൊ വരെ RCA അനുസരിച്ച് അവര് ശരിക്കും പറഞ്ഞാൽ ഇൻസൈറ്റ് ഇല്ലാത്തവരെ മാത്രമാണ് കാണേണ്ടത്. കാരണം അവർക്ക് തെറാപ്പി കൊടുക്കാനാണ് പഠിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി അവരെല്ലാരെയും കാണാറുണ്ട്. കാരണം ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവർക്ക് ഡയഗ്നോസിസ് നിർബന്ധമാണ്. ഒരു പേഷ്യന്റ് വന്നാല് അവർക്ക് ഒരു പേഷ്യന്റ് രോഗനിർണയം നിർബന്ധമാണ്. എന്റെ അടുത്തൊരു പയ്യൻ ബ്രേക്കപ്പ് ആയിട്ട് എന്നാൽ അവന്റെ രോഗം ഞാൻ നിർണ്ണയിക്കൂല. അത് ഞാനൊരു ബ്രേക്കപ്പ് ഇഷ്യൂ ഗ്രീവൻസ് പീരീഡ് ആണെന്നേ ഉള്ളൂ. നമുക്ക് ഡയഗ്നോസിസ് നിർബന്ധമില്ല, രോഗനിർണയം നമുക്ക് നിർബന്ധമില്ല. കാരണം രോഗികൾ മാത്രമല്ല നമ്മളടുത്ത് വരാം. വൈവാഹിക ജീവിതത്തിൽ ഇഷ്യൂസ് ഉള്ളവര്, ബ്രേക്കപ്പ് ഇഷ്യൂസ് ഉള്ളവര്, ഡിവോഴ്സിന് പ്രശ്നമുള്ളവര്, കുറച്ചു ദിവസമായിട്ട് സ്ട്രെസ് ഉള്ളവര്, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടവര്, ജോലി മാറ്റം കിട്ടിയവര്, അഡോളസൻസ് പ്രായത്തിലുള്ള പ്രശ്നമുള്ളവര്, ഇവരൊക്കെ നമ്മളെടുത്ത് വരും. ഈ എല്ലാവർക്കും നമുക്ക് ഡയഗ്നോസിസ് വേണ്ട. ഡയഗ്നോസിസ് രോഗികൾക്ക് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, അല്ലാത്തവർക്ക് നമ്മൾ. പക്ഷെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ കേസിൽ അവർ ആര് വന്നാലും അവർ ഡയഗ്നോസിസ് നിർബന്ധമാണ്. അവർക്ക് ICD പ്രകാരമുള്ള ഡയഗ്നോസിസ് നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് സൈക്യാട്രിസ്റ്റ്. ഒരു കാര്യം ഞാൻ പറയാം, 1.5 മണിക്കൂറെങ്കിലും നിങ്ങളോട് സംസാരിക്കാത്ത ഒരു സൈക്യാട്രിസ്റ്റ് തരുന്ന മരുന്ന് കുടിക്കരുത്. ഈ നാടി പിടിച്ചാലോ സ്റ്റെതസ്കോപ്പ് വെച്ചാലോ മാനസിക രോഗം കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾ 4 സിംറ്റംസ് പറഞ്ഞാൽ അവർ അങ്ങോട്ട് മരുന്ന് എഴുതി തരും. അല്ല, 1/2 മണിക്കൂറെങ്കിലും നിങ്ങളെ കേട്ട് നിങ്ങളെ റൂട്ട് കോഴ്സ് മനസ്സിലാക്കിയിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. സോ 5-10 മിനിറ്റ് ഒരു സൈക്യാട്രിസ്റ്റിനോട് സംസാരിച്ച ആൾ തരുന്ന മരുന്ന് കഴിക്കാൻ ഞങ്ങൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. 1/2 മണിക്കൂറെങ്കിലും സംസാരിക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റ് തരുന്നത് കുടിച്ചോളൂ. ഞാൻ അങ്ങനെയുള്ള സൈക്യാട്രിസ്റ്റിലേക്ക് മാത്രമേ റെഫർ ചെയ്യാറുള്ളൂ. ഞാനിവിടെ അങ്ങനത്തെ റെഫറൻസ് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം 5-10 മിനിറ്റോട് മാനസിക രോഗം കണ്ടെത്താനും അതിനുള്ള മരുന്ന് കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം മനസ്സാണ് ഇത്. എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്ന് കുറച്ച് സിംറ്റംസ്. ഫോർ എക്സാമ്പിൾ പറയാണ്,
രണ്ടാഴ്ച മുന്നേ ഡയോസ് ആയ കപ്പിൾസിൽ ഒരാള് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയ ഒരാൾ, അയാൾക്ക് മരിക്കാൻ തോന്നും, ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല, പിന്നെ നെഞ്ചിടിപ്പ് ഉണ്ടാവും, കരച്ചിലുണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡിപ്രഷന്റെ മരുന്ന് കൊടുത്താൽ അത് നോർമലാണ്. നമുക്ക് ഒരാൾ നഷ്ടപ്പെട്ടാലുള്ളത് ആ 2 ആഴ്ചക്ക് ഇത് നോർമലാണ്. പക്ഷെ ആ 2 ആഴ്ചക്ക് ഈ സിംറ്റംസ് ആയിട്ട് നിങ്ങൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാണ്ട് മരുന്ന് എഴുതി തരും. പരീക്ഷിക്കാം. സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് ഈ രീതിയിൽ വരുന്നതല്ലേ മാം? എന്തോ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് ഈ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ വരുന്നതാണോ? സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള മാനസിക രോഗമാണ്. ഈ മതിഭ്രമം, ചിത്തഭ്രമം, നട്ടഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ഒരിക്കലും ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് വരുന്നതല്ല. സ്കിസോഫ്രീനിയ മാരകമായിട്ടുള്ള മാനസിക രോഗമാണ് കേട്ടോ. ഹാലൂസിനേഷൻ, ഡെലൂഷൻ ഒക്കെ പോലെയുള്ളത്. ഈ ഡൈവോഴ്സ്, ഒരു വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടാൽ ഒരു 2 ആഴ്ച മുതൽ ഒരു 6 മാസം വരെ കുറച്ച് വിഷമവും വേദനയും ടെൻഷനും ഭക്ഷണമൊക്കെ താല്പര്യമില്ലായ്മ നെഞ്ചിടിപ്പും ഒക്കെ ഉണ്ടാവും, നോർമലാണ്. പക്ഷെ ദിവസം കഴിയുന്തോറും പ്രശ്നം കൂടി വരികയാണ്, ആൾക്ക് ഒട്ടും ഓക്കെ ആവുന്നില്ല. അപ്പൊ നമ്മൾ സംശയിക്കണം അത് ഇത് മാത്രല്ല വേറെന്തോ അണ്ടർലൈൻ റൂട്ട് കോസ് ഉണ്ട്. 2 ആഴ്ച മുന്നേ വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട ഒരാൾ വന്നാൽ അന്ന് ഞാൻ ഒരിക്കലും തെറാപ്പി കൊടുക്കൂല. നമ്മളൊരു വെയിറ്റിംഗ് പീരീഡ് ഇടും, കൗൺസിലിംഗ് കൊടുക്കും, തെറാപ്പി കൊടുക്കില്ല. ഒരു മാസം 1.5 മാസമൊക്കെ വെയിറ്റിംഗ് പീരീഡിൽ ഇട്ടിട്ട് ആൾക്ക് ഒട്ടും ആശ്വാസം കിട്ടുന്നില്ല, സിംറ്റംസ് കൂടി വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. അതെ, എന്റെ ഒരു ഫാമിലിയില് ഒരു ആൾക്ക് ഇങ്ങനെ ഹസ്ബൻഡും വൈഫും തമ്മിലും പ്രശ്നമായിട്ട് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ഫസ്റ്റില് ഒരിക്കൽ പോയി, രണ്ടാമത് പോയപ്പോഴാണ് ഇവര് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ കൊടുത്തത്. അങ്ങനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ മെഡിസിൻ ഒന്നും ഈ കുട്ടിക്ക് കൊടുക്കരുത്, കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് റിട്ടേൺ ചെയ്യാൻ. 5000 ഉറുപ്പിന്റെ മരുന്ന് കൊണ്ടുപോയിട്ട് റിട്ടേൺ ചെയ്തു. സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്നത് മാരകമായിട്ടുള്ള മാനസിക രോഗമാണ്. അത് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിംഗിലാണ് ഈ മെഡിസിൻ എഴുതുന്നത്. ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ എഴുതുന്ന ഇഷ്ടം പോലെ വരെ എനിക്കറിയാം. അപ്പോ മരുന്ന് കഴിക്കുന്നതിന് മുന്നേ അപ്പൊ ഏത് കുറെ സൈക്കോളജിസ്റ്റ് വ്യാജന്മാരുണ്ട് കേട്ടോ. ഞാനടക്കം എന്റെ അടുത്ത് വരുന്ന മൗത്ത് പബ്ലിസിറ്റിയാണ്. ഞാനൊക്കെ എന്റെ സൈക്കസ്റ്റിയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാ സ്ഥലത്തും കാണാം. എന്റെ കൺസൾട്ടിങ്ങിന് കാര്യം നിങ്ങൾ അധികം അങ്ങനെ കാണില്ല. എനിക്ക് ഡെയിലി പേഷ്യൻസ് ഉണ്ട്. ഇന്നലെ 4 പേഷ്യൻസ് ഉണ്ടായിരുന്നു, ഇന്ന് 2 പേഷ്യൻസ്. ഞാൻ ഒരു ദിവസം 2 പേഷ്യൻസിനെ ഞാൻ നോക്കാറുള്ളൂ. ചില ദിവസം അർജന്റ് കേസസ് വരുമ്പോൾ 4 എണ്ണം വരെയൊക്കെ പോവാറുണ്ട്. ഒരു പഞ്ഞവുമില്ല. അതായത് നമുക്ക് ഇവിടെ വരുന്ന ആൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ ആളുകൾ നമ്മളെ തെരഞ്ഞു വരും. മൗത്ത് പബ്ലിസിറ്റിയാണ്. പോകുന്നതിന് മുന്നേ ആളെ ക്വാളിഫിക്കേഷൻസും ആളെടുത്ത് പോയിട്ടുള്ള ആൾക്കാരെ പറ്റി ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് തരും. ഞങ്ങളെ പോലെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് മനുഷ്യ മനസ്സിനെ സഹായിക്കാൻ കാത്തിരിക്കുന്നു. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഡിസ്കഷൻ? മറ്റൊരു ഡൗട്ട് കൂടെ. ഓക്കെ അമീന. അപ്പൊ ഈ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച ആൾക്ക് ഇന്റേൺഷിപ്പ് ഈ ഒരു സൈക്കാട്രിസ്റ്റിന്റെ കീഴിലാ ഉണ്ടാവുക, അങ്ങനെയാണോ? അല്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അണ്ടറിലാണ് ഇന്റേൺഷിപ്പ് ഉണ്ടാവുക. അവിടെ സൈക്കാട്രിസ്റ്റും ഉണ്ടാവും, പക്ഷെ അവർ നമുക്ക് ക്ലാസ് ഒന്നും തരൂല. അപ്പൊ ഞാൻ കുതിരട്ടത്താണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. അതായത് PG ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ MPhilലേക്ക് പോകണമെന്ന് തീരുമാനിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ക്ലാസ് തരാൻ, സൈക്യാട്രിസ്റ്റ് നമുക്ക് ക്ലാസ് ഒന്നും തരത്തില്ല. രണ്ട് സ്ട്രീം അല്ലേ, ഒന്ന് മെഡിസിനും ഒന്ന് സൈക്കോളജിയും അല്ലേ, രണ്ട് സ്ട്രീമാണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കണം ഫസ്റ്റ് ഇയറിലെ തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് വെൽനസ് നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ നല്ല ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിയൽ സൈക്കോളജി പഠിക്കാം പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനൊപ്പം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ കേസുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ചോദിച്ചാലും ഞങ്ങൾക്ക് എവിടെ നിന്നും പറഞ്ഞു തരാൻ പാകും. ബിക്കോസ് ഞങ്ങൾ പേഷ്യൻസിനെ കാണുന്നുണ്ട്. സൈക്കോളജിയിൽ BEd നെസസറി ഇല്ല. സൈക്കോളജി PG കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഇനഫ്. സൈക്കോളജിയിൽ BEd ഇല്ല. ഓക്കെ ആണോ? ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടോക്ക്, അതായത് ഒരു ഫ്രീ ആയിട്ട് സബ്ജക്ട് ഓറിയന്റഡ് അല്ലാതെ എന്നാൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആയിട്ടുള്ള ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് ആയിരുന്നു. ഒരു ടോക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? വെള്ളിയാഴ്ച രാത്രി നമ്മള്
BAPSH ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എല്ലാവർക്കും കൂടി ഒരു ഓറിയന്റേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ആ ക്ലാസ് മിസ് ചെയ്യരുത്. തിങ്കളാഴ്ച മുതൽ നമ്മുടെ എല്ലാ വർഷങ്ങളുടെയും ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ പ്രാവശ്യം മുതൽ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ജോബിന് PG മതി ക്വാളിഫിക്കേഷൻ. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആൻഡ് PG ഇൻ സൈക്കോളജി ആണ്. അതായത് നിങ്ങൾ സൈക്കോളജിയിൽ ഒരു ഡിഗ്രിയും PGയും ചെയ്താൽ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു തെറാപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. അതായത് PG കഴിഞ്ഞ ഉടനെ പോയിട്ട് സൈക്കോളജിസ്റ്റ് ആവാന്നല്ല, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അണ്ടർ, നമ്മൾ LLB പോലെ തന്നെ ഒരാളുടെ അണ്ടർ പോയിട്ട് പണി പഠിച്ച ശേഷം നിങ്ങൾക്ക് വർക്കിലേക്ക് ഇരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോ ഇന്ന് ഇത്രയും മതി. Hope the session was productive and informative. അടുത്തൊരു വൈബ്രന്റ് സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ Sneha Abdul Hafiz signing off. Bye. Take care. Thank you, ma'am.